ഹായ് ഹലോ. അങ്ങനെ സുപ്രസിദ്ധ കുറ്റവാളി ഗോവിന്ദച്ചാമി പിടിയിലായിരിക്കുകയാണ്. വളരെ മികച്ച രീതിയിലാണ് നമ്മുടെ കേരള പോലീസിനെ കൈകാര്യം ചെയ്തത്. കാരണം വെളുപ്പിനെ രാത്രി ഒരു 1:30 മണിക്കാണ് അയാള് ജയിലിൽ ചാടിയത്. ഇപ്പൊ ഏകദേശം ഒരു 10:30-10:30ക്കുള്ളിൽ പിടിച്ചു. ഒരു ആളൊഴിഞ്ഞ വീട്ടില് കിടങ്ങിനകത്ത് ഒളിച്ചിരിക്കുകയാണ് ഉടുപ്പിടാതെ. അപ്പൊ ഈ ജയിൽ ചാടിയപ്പോൾ ജയിൽ ഡ്രസ്സായിരിക്കാം. അതിനുശേഷം ഇയാള് പോകുന്ന CCTV ക്യാമറയ്ക്കകത്ത് വേറെ ഒരു കറുത്ത ഷർട്ടും അല്ല ഒരു കറുത്ത പാന്റും സാധാരണ ഒരു ഷർട്ടും അതിനുള്ളിൽ ഡ്രസ്സ് മാറി. വളരെ ഇതായിട്ട് മികച്ച രീതിയിലാണ് കേരള പോലീസ് അതിനെ കൈകാര്യം ചെയ്തത്. ഇനിയിപ്പം കണ്ടറിയണം ഗോവിന്ദച്ചാമി ഇതിനൊക്കെ എന്ത് സംഭവിക്കുന്നുള്ള കാര്യം. കാരണം വെച്ചാൽ ഇതിനകത്ത് ഇപ്പൊ ഏകദേശം ഒരു 3-4 പേരെ പണി എന്തെടുത്തെറിയും. അത്രയും നരാകമായ ഒരു കുറ്റവാളി, കുറ്റവാളി ഒന്ന് ജീവിച്ചിരിക്കാൻ പോലും അർഹതയില്ല തരത്തിലാണ്. അവന് ഇനിയിപ്പോ എന്ത് സംഭവിക്കുന്നത് നമുക്ക് കണ്ടറിയണം. കേരള പോലീസിന് എല്ലാ അഭിവാദ്യങ്ങളും നേരുന്നു. അതുപോലെ തന്നെ ഇതിന്റെ ഈ നമ്മുടെ മീഡിയക്കാര് ഇപ്പൊ നമ്മൾ തോന്നുന്ന പണ്ടത്തെ കുട്ടലുള്ള രീതിയല്ല. പണ്ടെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഒരു കുറ്റവാളി ചാടിക്കഴിഞ്ഞാൽ അവൻ എങ്ങനെയെങ്കിലൊക്കെ മാക്സിമം ഊരിപ്പോകാൻ നോക്കും എങ്ങനെയെങ്കിലും. ഇതിപ്പോ എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിനുള്ളിൽ പെട്ടെന്ന് വാർത്ത, സോഷ്യൽ മീഡിയയുടെ ഏറ്റവും വലിയൊരു ഉപയോഗം എന്ന് പറയാൻ നമ്മളിപ്പോ അത് കാണുന്നുണ്ട്. സെക്കൻഡുകളിനുള്ളിൽ അത് കംപ്ലീറ്റ് എല്ലായിടത്തും എത്തും. കാരണം വെച്ചാൽ ഈ ഗോവിന്ദച്ചാമിയെ കണ്ടു എന്ന് പറയുന്ന ഒരു ഓട്ടോക്കാരനെ, കാരണം ഈ സോഷ്യൽ മീഡിയ ഉള്ളതോ അല്ലെങ്കിൽ ചാനലിന്റെ ഒരു പ്രസക്തി ഉള്ളതുകൊണ്ടാണ് പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാനായതും അല്ലെങ്കിൽ അത് അയാളെ കണ്ടെത്താനായതും. അപ്പോൾ ഈ സോഷ്യൽ മീഡിയ കൊണ്ട് ഏറ്റവും മികച്ച രീതിയിലുള്ള പോലീസിന്റെ ഭാഗത്തൊന്നും അന്വേഷണം ഉണ്ടായി ഇപ്പൊ പിടികൂടുകയും ചെയ്തു. ഏകദേശം ഒരു 4-5 രാവിലെ, ഞാൻ ഈ വാർത്ത കേൾക്കുന്നത് രാവിലെ ഒരു 7:30ക്കാണ് വാർത്ത കേൾക്കുന്നത്. ഇപ്പൊ സമയം 10:30 കഴിഞ്ഞതേ ഉള്ളൂ. 10:30ക്കുള്ളിൽ തന്നെ ഗോവിന്ദച്ചാമി പിടിച്ചു. ഇനി ജയിലിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവന്റെ കാര്യം നമുക്കറിയാം. കേരള പോലീസ് അവനെ എന്ത് ചെയ്യുമെന്ന് നമുക്കറിയാം. ഇനി അവനിനി എഴുന്നേറ്റ് നടക്കുമോ എന്ന് പോലും നമുക്ക് തോന്നുന്നില്ല. കാരണം അതുപോലെ അത്രയും 2-3-4 പേർ പണി നടക്കാനുള്ള ചാൻസ് ഉണ്ട്. കാരണം അത്രയും കുറ്റവാളിയാണ്. നമുക്കറിയാം ആ വീട്ടുകാർ അനുഭവിക്കുന്ന യാതനകളും വേദനകളൊക്കെ നമ്മൾ ആ റിപ്പോർട്ട് ചെയ്ത സമയത്തൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു കുടുംബത്തിന്റെ അത്താണിയാണ് സൗമ്യ. നമുക്കറിയാം അത് വളരെ വേദനാജനകമായ ഒരു വാർത്തയായിരുന്നു. ഇവനൊന്നും സത്യം പറഞ്ഞാൽ ജീവിച്ചിരിക്കേണ്ട അർഹത പോലുമില്ല. കാരണം നമ്മുടെ UP മോഡലാക്കണം. കാരണം അങ്ങനെയൊക്കെയുള്ള വന്നാലേ നമ്മളിപ്പം അടുത്തൊരാളിങ്ങനെ അതിക്രമം ചെയ്യാതിരിക്കാനുള്ളൊരു പൊസസീവ് ഒരു ഇത് തോന്നാതിരിക്കത്തുള്ളൂ. UP മോഡലുള്ള എൻകൗണ്ടറുകളൊക്കെ അങ്ങനെയുള്ള മോഡലാക്കണം. അല്ലെങ്കിൽ ഇവനൊക്കെ നമ്മളെ ജയിലിൽ കൊണ്ട് ചുമ്മാ നമ്മുടെ നികുതി പണം കൊണ്ട് ആഴ്ച ചിക്കൻ ബിരിയാണിയും മട്ടൻ ബിരിയാണിയും ഇങ്ങനെയുള്ള നല്ല നല്ല ആഹാരം കൊടുത്തത് ഇവൻ ജയിലിൽ പോകുമ്പോൾ ഇവന്റെ മുഖമൊക്കെ ഓർമ്മയുണ്ട് എങ്ങനെ ഇരുന്നവനാണ്. ഇപ്പൊ അവന്റെ മുഖം കണ്ട അപ്പൊ സിനിമാ നടന്മാർ തോറ്റുപോകും അവന്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ. ഇങ്ങനെയൊക്കെ ഉള്ളവരെ എന്തിനാ തീറ്റി പോറ്റുന്നത്? നമ്മുടെ നികുതി പണം കൊണ്ട് വെറുതെ അവന് ഇപ്പൊ ലാവിഷ്ട ജീവിതമായിരിക്കും. ഇങ്ങനെയുള്ളവരെ വളരെ തക്കതായ ശിക്ഷ കൊടുക്കണമെന്നേ. വധശിക്ഷ കുറഞ്ഞ ശിക്ഷ കൊടുക്കരുത്. കാരണം ഇത് ആവർത്തിക്കാതിരിക്കണം ശിക്ഷ കൊടുക്കരുത്. ഈ ജയിൽ ചാട്ടം എനിക്ക് തോന്നുന്നൊരു വളരെ കേരള പോലീസ് മികച്ച രീതിയിൽ അത് കണ്ടെത്തിയിരിക്കുന്നു. ഇനിയിപ്പം കണ്ടറിയാൻ ഗോവിന്ദച്ചാമി നിനക്ക് എന്ത് പറ്റുമെന്ന്. ഓക്കെ, ബൈ.